السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، نويت التعلم والتعليم والتذكر والتذكير والنفع والانتفاع والإفادة والاستفادة والحث على التمسك بكتاب الله العزيز وسنة رسوله والدعاء إلى الهدى والدلالة على الخير ابتغاء وجه الله تعالى ورضائه وقربه وجزائه. بسم الله الرحمن الرحيم. അപ്പോൾ നമ്മൾ ഖുലാസയാണല്ലോ ഓതുന്നത്. ഖുലാസയിൽ ജനായിസിൻ്റെ ബാബാണല്ലേ. നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ? ചികിത്സ, ഹഖനുദ്ദമ്, സറുൽ അള്ളാ ഒക്കെ പഠിച്ച് എല്ലാവരും നോക്കി വന്നല്ലേ? ഇനി ചോദ്യം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. സൗണ്ടൊക്കെ പോയിക്കണ് കഴിഞ്ഞ സബുക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് സബുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. റിയാദത്തുൽ മരീദി, രോഗസന്ദർശനത്തെ, രോഗിയെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ബാബ്. രോഗസന്ദർശനത്തിന് ഇസ്ലാമിൽ നല്ല പ്രാധാന്യമുണ്ട് അല്ലേ? നാളെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അസൈൻമെൻറ്റ് ചെയ്തു തരണം. രോഗസന്ദർശനം ഇസ്ലാമിൽ ഇൻഷാ അല്ലാഹ് തുടങ്ങാം. യുന്തബു ഇയാദത്തുൽ മരീദി, രോഗിയെ സന്ദർശിക്കൽ സുന്നത്താക്കപ്പെടുന്നു. ഫഇൻ റജാ ഫി ഹയാത്തിഹി, രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ ജീവിതത്തിൽ ആ രോഗി ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ദഅ ലഹു, അവൻക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. വൻസറഫ, എന്നിട്ട് പിരിഞ്ഞു പോരുകയും ചെയ്യാം. ഇനി വയുസന്നു ഫീ ദുആഇഹി, അങ്ങനെ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവൻക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോൾ അവൻ്റെ ദുആയിൽ എന്തുൾപ്പെടുത്തണം? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക് 7 മർറാത്ത്. ഈ ദുആ 7 പ്രാവശ്യം ഉൾപ്പെടുത്തൽ സുന്നത്താണ്. എന്താണ് ദുആ? അസ്അലുല്ലാഹൽ അലീം, അല്ലാഹു അലീമായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ്. റബ്ബൽ അർശിൽ അലീം, അർശിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് അൻ യശ്ഫിയക, നിനക്ക് ശിഫ നൽകണേ. നല്ല ദുആ ആണ്. ഈ ദുആ രോഗിക്ക് ഇങ്ങനെ ദുആ ചെയ്തു കൊടുക്കുക. ഇനി വഇൻ ഖാഫ അലൈഹിൽ മൗത, അവൻ്റെ മേലിൽ മരണം പേടിക്കുകയാണെങ്കിൽ, അതായത് സീരിയസ് ആയി അങ്ങനെ തലക്ക് എത്തിക്കണ്, അങ്ങനത്തെ രോഗിയാണ് നിങ്ങൾ സന്ദർശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവനെ റഗബഹു ഫി തൗബതി, തൗബയിൽ പ്രേരിപ്പിക്കുക, തൗബ ചെയ്യാൻ പറയാം. വൽ വസിയത്തി, അതുപോലെ ഖൈറായ കാര്യങ്ങൾ വസിയത്ത് ചെയ്യാനും പറയുക. അതുപോലെ വറജ്ജാഹു ഫീ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നല്ല പ്രതീക്ഷ കൊടുക്കുക. അള്ളാഹു നല്ല കരുണ ചെയ്യുന്ന ആളാണ്, ഗഫൂർ റഹീമാണ്. അതുകൊണ്ട് എല്ലാം തൗബ ചെയ്തോളി, ദുആ ചെയ്തോളി, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ സമാധാനിപ്പിച്ചു കൊടുക്കുക. ഈ രോഗിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും, സന്ദർശിക്കാൻ പോയിട്ട് അവിടെ കുറേ നേരം ഇങ്ങനെ നിൽക്കുക, രോഗിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാവുണ്ടാവും. അത് കറാത്താണ്. വയുക്റഹു ഇത്വാലതുഹു അൽ മുഖ്സ, രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ അൽ മുഖ്സ ഇൻദഹു, രോഗിൻ്റെ അടുത്ത് താമസിക്കൽ, അത് നീട്ടൽ, ഒരുപാട് നേരം അവിടെ ഇങ്ങനെ താമസിക്കുക, അത് കറാഹത്താണ്. ബിലാ ഹാജത്തിൻ, ആവശ്യമൊന്നുമില്ലാതെ. ഈ രോഗിൻ്റെ അടുത്ത സുഹൃത്താണെന്ന് വിചാരിക്കുക. ഇപ്പോൾ രോഗിക്ക് സന്തോഷമായിരിക്കും, എന്ത്, അയാൾ കൂടെ ഉണ്ടാവുന്ന സന്തോഷമായിരിക്കും, അപ്പോൾ അവിടെ നിൽക്കുകയാണ് വേണ്ടത്. അല്ല, ആവശ്യമൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ദുആ ചെയ്ത് നമ്മൾ സമാധാനിപ്പിച്ച് പിരിഞ്ഞു പോരുക. വകദ, അപ്രകാരം തന്നെ ഖിയാദത്തുൽ ഫാസിഖി വൽ മുബ്തദിഇ, ഫാസിഖിനെയും അതുപോലെ മുബ്തദിഇനെയും അവരെ രോഗസന്ദർശനം നടത്തലും കറാഹത്താണ്. അതുപോലെ വഇക്റാഹുൽ മരീദി, രോഗിയെ നിർബന്ധിപ്പിക്കുക. എന്തിന്? അലാ ദവാഇൻ, മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഔ ത്വാമീൻ, ഭക്ഷണം കഴിക്കാൻ. രോഗിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്ക്, മരുന്ന് കുടിച്ചൂടെ, ഇങ്ങനെ നിർബന്ധിപ്പിക്കുക. അത് രോഗിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ രോഗസന്ദർശനത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആയിക്കോട്ടെ. ഈ അടുത്തത് ഖിദ്മത്തുൽ മുഹ്തളരി, മരണം ആസന്നമായ ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം, അതൊക്കെ പറയുന്ന ബാബാണ് അടുത്തത്. ഫഇനി ഹുതുലിറ, ഒരാൾ മരണം ആസന്നമാക്കപ്പെട്ടാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? വുജ്ജിഹലിൽ ഖിബ്ലതി, ഖിബ്ലയിലേക്ക് മുന്നിട്ട് കെടുത്തുക.
വലതുഭാഗം ഖിബിലയിലേക്ക് മുന്നിട്ട് കിടത്തുക, അത് പറ്റില്ലെങ്കിൽ ഇടതുഭാഗം, അല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് നേരെ മലർത്തി കിടത്തിയിട്ട് തല പൊന്തിച്ചിട്ട് അത് ഖിബിലയുടെ നേരാക്കുക. മനസ്സിലായില്ലേ? ഇനി അടുത്തത് വലുക്കിന ഷഹാദത്ത. ആ രോഗിക്ക് ഷഹാദത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. ബിലാ ഇൽഹാഇ, സമ്മർദ്ദമൊന്നും കൊടുക്കാതെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ. നിങ്ങളിൽ ആരെങ്കിലും മരണം ആസന്നമായി കിടക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുക. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുക മാത്രമല്ല, ഇൻദഹു സൂറത്ത് യാസീൻ, അവൻ്റെ അടുത്തുനിന്ന് യാസീൻ ഇങ്ങനെ പാരായണം ചെയ്യാം. അതുപോലെ റാദ് സൂറത്ത് മുതൽ സുന്നത്തുണ്ട്, അത് ഇത് പറഞ്ഞിട്ടില്ല. റാദ് സൂറത്ത് വെല്ലെ സിറായിട്ട് ഒച്ചത്തിലല്ലാതെ യാസീന് ഉറക്കെ യാസീനോദ, റാദ് വെല്ലെ. അതുപോലെ ബാരിദൻ, നല്ല തണുത്ത വെള്ളം കുടിപ്പിക്കുക. അത് മരണമാസന്നമായി കിടക്കുന്ന ആൾക്ക് നല്ല സന്തോഷമായിരിക്കും. കാരണം നല്ല ദാഹമുള്ള സമയമാണ്. മറ്റേ സക്കറാത്തുൽ മൗത്തിൽ ഇബ്ലീസൊക്കെ മറ്റേ വെള്ളവുമായിട്ട് വരുമല്ലോ ചതിച്ചുകൊണ്ട്. നല്ല ദാഹമുള്ള സമയമാണ്, രോഗിക്ക് വലിയ ആശ്വാസമായിരിക്കും. ഇനി വലാ യഖ്റുബു മിൻഹു, അവനോട് ആ രോഗിയോട് മരണമാസന്നമായി കിടക്കുന്ന ആളോട് അടുക്കരുത്. ആര്? അൽ ഹൈലു വൽ ജുനുബു, ഹൈലുകാരിയും അതുപോലെ ജനാബത്തുള്ളവരും. റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ പ്രവേശിക്കണമല്ലോ. ഇനി ഫഇദാ മാത്ത, ഇങ്ങനെ ഈ മരണം ആസന്ന അയാൾ മരിച്ചാലോ, ഫഇദാ മാത്ത മരിച്ചാൽ ഉമ്മിളത് ഐനഹു, 2 കണ്ണുകൾ അടച്ചു കൊടുക്കുക. ഫയുസന്നു, അപ്പം എന്ത് ചെല്ലുക? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചെല്ലലും സുന്നത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വശുദ്ധ ലഹ്യാഹു, താടിയല് കെട്ടുക, ഇങ്ങനെ ആയിട്ടുണ്ടാവും, അങ്ങനെ കെട്ടി കൊടുക്കുക. പിന്നെ വലുയീന മഫാസിലുഹു, കെണുപ്പുകളൊക്കെ ഒന്ന് മയപ്പെടുത്തി കൊടുക്കുക. ഇതിങ്ങനെ ആക്കുക, കൈ ഇങ്ങനെ, അതേപോലെ കാലും ഇങ്ങനെ തൊടയിലേക്കും പിന്നെ ആ കാല് പിടിച്ചിട്ട് വയറിലേക്കും ഇങ്ങനെ മടക്കിയിട്ടൊക്കെ മയപ്പെടുത്തുക. അതുപോലെ വനുസിയ സിയാബുഹു, വസ്ത്രം മൂരുക. എന്നിട്ട് വസുത്തിറ ബദനുഹു, ശരീരം മറക്കുക. ബിസൗബിൻ ഖഫീഫിൻ, ഒരു നേരിയ വസ്ത്രം കൊണ്ട് മറക്കുകയും ചെയ്യുക. എന്നിട്ട് വവുദിഅ അലാ ബത്നിഹി ശൈഉൻ സഖീലുൻ, വയറിൻ്റെ മേലിൽ ഒരു ഭാരമുള്ള വസ്തു വെക്കുക. എന്നിട്ട് വവുദിഅ അലാ നഹ്വി സരീരിൻ, കട്ടിൽ പോലാത്തതിൽ മയ്യത്തിനെ കെടുത്തുക. ബിലാ ഫിറാഷിൻ, പുതപ്പൊന്നും വേണ്ട അവിടെ, കട്ടിൽമ പുതപ്പൊന്നും വിരിക്കണ്ട, നേരെ കട്ടിൽമ കെടുത്തുക. മുവജ്ജിഹൻ ഖിബലത്തി, ഖിബലയിലേക്ക് മുന്നിട്ടുകൊണ്ട്. അതുപോലെ ഇനി വയുബാദറു ബിഖളാഇ ദൈനിഹി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കടം വീട്ടൽ, അതുപോലെ വതൻഫീദി വസിയത്തിഹി, അയാൾ ചെയ്ത വസിയത്തുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിറവേറ്റൽ, അതുപോലെ വബി ഗസ്ലിഹി, കുളിപ്പിക്കൽ, വതക്ഫീനിഹി, കഫൻ ചെയ്യൽ, വസ്സലാത്തി അലൈഹി, അവൻ്റെ മേൽ നിസ്കരിക്കൽ, വദഫ്നിഹി, മറവ് ചെയ്യൽ. ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. കൂടുതൽ വൈകിക്കൊന്നും ചെയ്യരുത്. ഒരുപാട് മകന് ഗൾഫിൽ നിന്ന് വരാണ്ട്, അവിടെ നിന്ന് വരാണ്ട്, അതൊക്കെ പറഞ്ഞിങ്ങനെ കൂടുതൽ ഓവറാക്കേണ്ട ആവശ്യമില്ല. അത് നല്ല കാര്യമല്ല. പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഇയാദത്തുൽ മരീദും ഖിദ്മത്തുൽ മുഹ്തദറും പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിച്ചു വരിക. ഈ പറഞ്ഞതൊക്കെ നമ്മൾ മനസ്സിലായ രൂപത്തിൽ എല്ലാവരും നാളെ ഒന്ന് എഴുതി വരണം. കറക്റ്റ് അർത്ഥമല്ല. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ എഫ്. ടീം മാനേജേഴ്സിന്റെ ശ്രദ്ധയ്ക്ക്, കാറ്റഗറി ഡി സോൺ വിഭാഗത്തിന്റെ തദ്രീസ് മത്സരം കഴിഞ്ഞാലുടൻ കാറ്റഗറി എഫ് സോൺ വിഭാഗത്തിന്റെ മാലപാട്ട് മത്സരം ഉടൻ ആരംഭിക്കുന്നതാണ്.
Judges, please note.